നിത്യം ഹിതാഹാര വിഹാരസേവി സമീക്ഷകാരി വിഷയേഷ്വസക്ത ദാതാസമ സത്യപര ക്ഷമാവാനാപ്തോപസേവീച്ച ഭവത്യരോഗ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രധാനത്തോടെ കണ്ടുവരുന്ന രണ്ട് പ്രധാന അസുഖങ്ങളാണ് പ്രതിശ്യായവും പീനസവും. ഇവയെ മോഡേൺ സയൻസിൽ റൈനൈറ്റിസ് എന്നും സൈനസൈറ്റിസ് എന്നും യഥാക്രമം പറഞ്ഞു വരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂക്കൊലിപ്പ് അതായത് പ്രതിശ്യായം അനുഭവിക്കാത്തവർ വിരളമായിരിക്കും. ഇതേ പ്രതിശ്യായം ചികിത്സിക്കാതിരുന്നാലോ അല്ലെങ്കിൽ സ്വതന്ത്രമായോ സൈനസൈറ്റിസ് ആയി മാറുന്നു. തലയോട്ടിയിൽ മൂക്കിന് ഇരുപുറവുമായുള്ള വായു അറകളെയാണ് സൈനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിലറി സൈനസ്, ഫ്രണ്ടൽ സൈനസ്, എത്മോഡൽ സൈനസ്, സ്പിനോഡൽ സൈനസ് എന്നിങ്ങനെ ഇവയെ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂക്കിൻ്റെയും സൈനസിൻ്റെയും അന്തർഭിത്തി മ്യൂക്കസ് മെംബ്രെയിൻ എന്ന സുതാര്യമായ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂക്കിൻ്റെയും സൈനസിൻ്റെയും പ്രധാന കർമ്മങ്ങൾ ശ്വാസോച്ഛ്വാസവും ഗന്ധം തിരിച്ചറിയലുമാണ്. ഇവയ്ക്ക് പുറമേ മൂക്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വായു രോമങ്ങളുടെയും മറ്റും സഹായത്തോടുകൂടി ശുദ്ധീകരിക്കപ്പെടുകയും മ്യൂക്കസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ദ്രവത്തിൻ്റെ സഹായത്തോടുകൂടി ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു. മൂക്കിലെയും സൈനസിലെയും രക്തക്കുഴലുകളുടെ സഹായത്തോടുകൂടി മൂക്കിലേക്ക് പ്രവേശിക്കുന്ന വായുവിൻ്റെ ഊഷ്മാവ് ക്രമീകരിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. സൈനസിലെ ഈ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടാകുന്ന പഴുപ്പിനെയാണ് അല്ലെങ്കിൽ നീർക്കെട്ടിനെയാണ് ഇൻഫെക്ഷനെയാണ് സൈനസൈറ്റിസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഴക്കാലത്തും മഞ്ഞുകാലത്തും ഈ അസുഖം കൂടുതലായി കാണപ്പെടുന്നു. തുടക്കത്തിൽ പനിയായും ജലദോഷമായും കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ക്രമേണ അനുബന്ധമായ അവയവങ്ങളെ ബാധിക്കുകയും അതായത് വായയെയും തൊണ്ടയെയും ശ്വാസകോശത്തെയും ബാധിക്കുകയും ചുമ, ശ്വാസമുട്ടൽ, TB മുതലായ ഗുരുതരമായ അവസ്ഥാന്തരങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. ഇത് ചികിത്സിച്ച് മാറ്റാൻ വളരെ പ്രയാസമുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ സൈനസൈറ്റിസ് കണ്ടുപിടിച്ച് അവയെ ചികിത്സിക്കുക എന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രധാനമായും കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അസുഖമാണ് അലർജി മൂലമുണ്ടാകുന്ന റൈനൈറ്റിസും അലർജി മൂലമുണ്ടാകുന്ന സൈനസൈറ്റിസും. മിക്കവാറും എല്ലാവരിലും സാത്മ്യമായി കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള പല വസ്തുക്കളും ചിലർക്ക് കൂടുതൽ സെൻസിറ്റീവായി കണ്ടേക്കാം. ഉദാഹരണത്തിന് പൊടി, ചില പ്രത്യേക ചെടികളുടെ പൂമ്പൊടി, പുക, സുഗന്ധവ്യഞ്ജനങ്ങൾ മുതലായത്. മനുഷ്യ ശരീരത്തിന് പുറമേ നിന്നുള്ള ഒരു രോഗകാരണം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അത് നിർഹരിച്ച് കളയാനുള്ള പ്രതിരോധ ശക്തിയുണ്ട്. അതേപോലെ പൊടി, പൂമ്പൊടി മുതലായ അന്യവസ്തുക്കളും മൂക്കിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ അത് തുമ്മൽ വഴിയായും ജലദോഷം വഴിയായും നിർഹരിച്ച് കളയപ്പെടുന്നു. ഇത് സാധാരണ ഒരു സ്വഭാവമാണ്. ഇത് ചികിത്സിക്കേണ്ടതില്ല. അതേസമയം എപ്പോഴാണോ ഇതേ അവസ്ഥ അനിയന്ത്രിതമായും അസ്വാഭാവികമായും അത്യധികമായും കാണപ്പെടുന്നത് അപ്പോൾ മാത്രമേ ഇതിന് ചികിത്സ ആവശ്യമുള്ളൂ. ഇതിൻ്റെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് ഈ അസുഖത്തിന് രോഗകാരണമായ അലർജൻ ഏതെന്ന് കണ്ടുപിടിച്ച് അവയെ നിർഹരിക്കുക, അതുമായുള്ള ബന്ധം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. വിറ്റാമിൻ A, വിറ്റാമിൻ C എന്നിവയുടെ ഉപയോഗം മ്യൂക്കസ് മെംബ്രെയിന് കൂടുതൽ ബലം കൊടുക്കുമെന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. അതിനാൽ ഇവ അടങ്ങിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ദ്രവ്യങ്ങളോ കഴിക്കുന്നത് സൈനസൈറ്റിസ് വരാതിരിക്കാനും സൈനസൈറ്റിസ് വന്നാൽ പെട്ടെന്ന് ചികിത്സിച്ച് മാറുന്നതിനും വളരെ സൗകര്യമായി കണ്ടുവിടുന്നു. അതോടൊപ്പം തന്നെ നിത്യജീവിതത്തിൽ കുരുമുളക് പൊടി, ശർക്കര ചേർത്ത് കഴിക്കുന്നത് സൈനസൈറ്റിസിന് ഉത്തമമാണെന്ന് പറഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ തുളസി, കുരുമുളക് ചേർന്ന വെള്ളം തിളപ്പിച്ച് ആ വെള്ളം പലവട്ടമായി കുടിക്കുന്നത് സൈനസൈറ്റിസിന് അത്യുത്തമമാണ്. സാധാരണ ഗോതമ്പ് പൊടി, ശർക്കര ചേർത്തി നെയ്യിൽ പാകം ചെയ്തെടുത്ത ഭക്ഷണ പദാർത്ഥം സൈനസൈറ്റിസിന് ഉത്തമമാണെന്ന് ആചാര്യന്മാർ പറഞ്ഞു വരുന്നു. ശക്തിയേറിയ സൈനസൈറ്റിസിൽ ശീതജ്വരാദി കഷായം, വ്യാഘ്രാദി കഷായം, അമൃതോത്തരം കഷായം പോലുള്ള കഷായങ്ങളും
അഗ്നികുമാര രസം, ചുക്കുന്തിപ്പുലിയാതി ഗുളിക മുതലായ ഗുളികകളും വളരെയേറെ ഫലപ്രദമാണ്. സൈനസൈറ്റിസ് ഒരു ക്ഷേജമായ അസുഖമായിട്ടാണ് പറയുന്നത്. ക്ഷേജം എന്ന് പറയുമ്പോൾ ശരീരം ക്ഷയിപ്പിക്കുന്ന അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിൽ ചവനപ്രാശം, ബ്രാഹ്മരസായനം, അഗസ്ത്യരസായനം, വസിഷ്ഠരസായനം പോലുള്ള രസായന ഔഷധങ്ങളുടെ വിധി ചിരസ്ഥായിയായ ഗുണം നൽകും. മാത്രമല്ല അവസ്ഥയ്ക്കനുസരിച്ച് ഈ അസുഖത്തിന് നെയ്യ് സേവിപ്പിക്കൽ, വിയർപ്പിക്കൽ, ഛർദ്ദിപ്പിക്കൽ, നസ്യം ചെയ്യൽ, വിരേചനം ചെയ്യൽ എന്നീ ചികിത്സാക്രമങ്ങളും ചെയ്യാവുന്നതാണ്. പൊതുവെ തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് ഫ്രിഡ്ജ് വാട്ടർ, ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ് പോലുള്ള തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങളും തൈര്, മുട്ട, സ്വീറ്റ്സ്, പഴം എന്തുകൊണ്ട് താരതമ്യേന തണുത്ത വർഗ്ഗത്തിലുള്ള പഴങ്ങളുടെ ഉപയോഗവും അബദ്ധ്യമായിട്ടാണ് കണ്ടുവരുന്നത്. ദേവന്മാർ സൂര്യനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി യാഗം ചെയ്യുന്നതിനിടയിൽ തുളുമ്പി തെറിച്ച് വീണ പാലിൽ നിന്നാണ് എരുക്ക് ഉണ്ടായതെന്നാണ് ഭാരതീയ സങ്കല്പം. ഇത് ആസ്ക്ലിപ്പിയാഡേസി കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രീയ നാമം കലോട്രോപ്പിസ് ജൈജൻഷ്യ എന്നതുമാണ്. അർക്ക എന്ന സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന എരിക്കിൻ്റെ ശാസ്ത്രനാമം കാലോട്രോപ്പിസ് ജൈജാൻഷ്യ എന്നാണ്. ഇന്ത്യയിലുടനീളം, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ തരിശുഭൂമിയിലും വഴിയോരങ്ങളിലും വന്യമായി വളരുന്ന ചെടിയാണ് എരിക്ക്. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചാരനിറത്തിലുള്ള അസഹ്യഗന്ധമുള്ള ഒരു കുറ്റിച്ചെടിയാണ് ഇത്. തണ്ടും ഇലകളും വെള്ള നിറത്തിലുള്ള ചെറിയ രോമങ്ങളാൽ ആവൃതമായിരിക്കും. തണ്ട് നല്ല കട്ടിയുള്ളതാണ്. ഇലകൾ ലഘുവും സമുഖവുമായി വിന്യസിച്ചിരിക്കുന്നു. ചെടിയുടെ തണ്ടോ ഇലയോ ഒടിച്ചാൽ വെള്ള നിറത്തിലുള്ള കറ കാണാം. പച്ചകലർന്ന വെള്ളയോ ഇളം വയലറ്റ് നിറത്തിലുള്ളതോ ആയ പൂക്കൾ കുലകളായി പത്രകക്ഷങ്ങളിൽ ഉണ്ടാകുന്നു. കായകൾ നീണ്ടുരുണ്ടതും ധാരാളം വിത്തോടുകൂടിയതുമാണ്. അർക്ക, അലർക്ക എന്നിങ്ങനെ ചുവപ്പും വെള്ളയുമായി 2 തരം എരിക്കുണ്ടെന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഈ 2 ഇനങ്ങൾക്കും തുല്യമായ ഗുണങ്ങളാണുള്ളത്. ഈ ചെടിയുടെ വേരിന്മേൽ തൊലി, വേര്, ഇല, പൂവ്, കറ എന്നീ ഭാഗങ്ങൾ ഔഷധയോഗ്യമാണ്. ആമവാദം, സന്ധിവാദം, ചൊറി, ചിരങ്ങ്, വ്രണം, കുഷ്ഠം, പ്ലീഹാവീക്കം, മഹോദരം, അർശസ്, പാമ്പ് വിഷബാധ എന്നിവയുടെ ചികിത്സയിൽ ഈ ഔഷധി ഫലപ്രദമാണ്. എരിക്കിനില വാട്ടി നീരുള്ള ഭാഗത്തു വെച്ചാൽ വീക്കവും വേദനയും സുഖപ്പെടും. ഇല വാട്ടി പിഴിഞ്ഞ നീര് ചെവിയിലൊഴിക്കുന്നത് ചെവിവേദന ശമിപ്പിക്കാൻ നല്ലതാണ്. ഉണക്കിപ്പൊടിച്ച ഇല മുറിവുകളും വ്രണങ്ങളും ഉണക്കാൻ സഹായകമാണ്. എരിക്കിൻ പൂവ് ഉണക്കിപ്പൊടിച്ച് സേവിച്ചാൽ ചുമ, ശ്വാസം മുട്ട്, അരുചി എന്നിവ ശമിക്കും. കാലിൽ മുള്ളു കയറിയാൽ അത് പുറത്തു കളയാനും ഈ കറ ഉപയോഗിക്കാറുണ്ട്. കറ വിരേചകവുമാണ്. കച്ചോരി തൈലം, ധാനോന്തര ഘതം, വജ്രക തൈലം, നാഗരാതി തൈലം, ആവിൻ തോലാതി ഭസ്മം എന്നീ മരുന്നുകളിൽ എരുക്ക് ചേരുന്നുണ്ട്. സാധാരണയായി വന്യാവസ്ഥയിൽ മാത്രം കണ്ടുവരുന്ന ഈ ഔഷധ സസ്യം കമ്പ് മുറിച്ച് നട്ടും വിത്ത് മുഖേനയും പ്രജനനം ചെയ്യാവുന്നതാണ്.